അമർത്തി തന്നെ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുക. ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു പർപ്പസ് നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റും. 2 പ്രസ്സാണ് നമ്മൾ ഒരു സോഡ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഈ ഒരു സോഡ മേക്കർ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സോഡ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ ഒരു സോഡ മേക്കറിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ കടകളിൽ നിന്നൊക്കെ നമ്മൾ സോഡ മേടിക്കുമ്പോൾ അത് പൗഡർ ഇട്ടിട്ടുള്ള സോഡയാണ് നമുക്ക് വരാം. ഈ ഒരു സോഡ മേക്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ള സോഡയാണ് ഇതിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സോഡ മേക്കറാണ് മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇറ്റാലിയൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡൽ സീരീസിൽ പെട്ട ഈ ഒരു സോഡ മേക്കർ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതൊരു ബ്ലാക്ക് കളർ ഡിസൈൻ ആണ്. ഇതിൽ തന്നെ നമുക്ക് വൈറ്റ്, ബ്ലൂ, ഓറഞ്ച് അങ്ങനെ ഒരുപാട് കളർ വേരിയന്റ് ഈ ഒരു വേരിയന്റിൽ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. കൂടുതൽ കുറച്ച് അട്രാക്ഷൻ ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉപയോഗിക്കണേ നോക്കാം. ആദ്യമായി തന്നെ ഇതിന്റെ ഉള്ളിൽ പാക്കിങ്ങിനായിട്ട് ഇത്തരത്തിലുള്ള സിലിണ്ടർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിലിണ്ടറിൽ നമുക്ക് ഏകദേശം 30 സോഡയോളം നിങ്ങൾക്ക് നോർമലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് നമ്മൾ കടകളിലൊക്കെ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വേറൊരു സിലിണ്ടർ നമുക്ക് തിരിച്ച് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ റീഫിൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ഇതിനെ കണക്ട് ചെയ്യേണ്ടത് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് സോഡ മേക്കറിന്റെ. ഇത്തരത്തിൽ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് തുറക്കാം. ഇവിടെ ഈ 2 ഭാഗത്തായിട്ട് ജസ്റ്റ് 2 ക്ലിപ്സ് ഉണ്ട്. ഇതൊന്ന് നമ്മൾ പ്രസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഫുൾ ആയിട്ട് തന്നെ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അതിന്റെ ഒരു ബാക്ക് കവർ ഏരിയ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ ടോപ്പ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിന്റെ സിലിണ്ടർ ടോപ്പിൽ നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത്. അഡീഷണൽ ആയിട്ട് ഒരു വാൽവും ഇതിന് അഡീഷണൽ ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇതിന് ഓൾറെഡി ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് വാഷ് കൊടുത്തിട്ടുണ്ടാവും. അത് ഒരുപാട് നാളൊക്കെ കഴിയുമ്പോൾ കംപ്ലൈൻസ് വരുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ഈ ഗ്യാസ് നമുക്ക് അഡീഷണൽ ഗ്യാസ്കറ്റ് ഇതിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് എങ്ങനെയാണ് ഇതിന് സിലിണ്ടറിനുള്ളിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മുടെ സിലിണ്ടർ ആദ്യം എടുക്കുക. ഇത് സിലിണ്ടർ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് ഒരിക്കലും ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് തിരിച്ചരിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ സിലിണ്ടർ ഭാഗിന്റെ അടിയിലേക്ക് ഇറക്കുക. അതിനുശേഷം നമുക്ക് ഇതിന്റെ മേലേന്ന് ഈ ഒരു ടോപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പോർഷൻ നമുക്ക് ഇതിന്റെ സിലിണ്ടറിന്റെ ഭാഗത്ത് വരും. അപ്പൊ ഇതാണ് ഈ ഒരു കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പൊസിഷനിൽ വെക്കാം. ഇതിനുശേഷം ഇതിന്റെ ബാക്ക് കവറാണ് വരുന്നത്. ഈ ഒരു കവറിന്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു ചെറിയൊരു ഗാഡി വരുന്ന ലോക്ക് ഉണ്ട്. ഇതിന്റെ അടിയിലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനുള്ളിലേക്ക് ആദ്യം ഇതിനുള്ളിലേക്ക് ലോക്കിലേക്ക് വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് ബാക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, അത് ലോക്ക് ആയിക്കോളും. ഇതിനുശേഷം നമ്മുടെ സിലിണ്ടർ തിരിക്കുക. ഈ ഒരു സോഡ മേക്കറിൽ നമുക്ക് 2 തരത്തിലുള്ള ബോട്ടിൽസ് ആണ് വരാം. ഒന്ന് 1/2 ലിറ്ററിന്റെ ബോട്ടിൽ, 2 നമുക്ക് 1 ലിറ്ററിന്റെ ബോട്ടിൽ. ഇത് കമ്പനി പാക്കിങ്ങിൽ 1/2 ലിറ്റർ ആണ് കൊടുക്കുക. 1 ലിറ്ററിന്റെ ബോട്ടിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇതിൽ ഉപയോഗിക്കാൻ പറഞ്ഞ വാട്ടർ ലെവൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലേക്ക് ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. അപ്പൊ അത് 1 ലിറ്ററിലായാലും മാക്സിമം ഈ ഒരു കപ്പാസിറ്റിയിൽ ആണ് ഇതിൽ വെള്ളം നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് തണുത്തോളം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗ്യാസിൽ കയറി നല്ലൊരു നമുക്ക് ടേസ്റ്റ് എഫക്റ്റ് നമുക്ക് ഇതിൽ കിട്ടും. അപ്പൊ കൂടുതലും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ഫ്ലേവർ ആയിട്ടുള്ള ഫ്ലേവർ സോഡകൾ നമുക്ക് അടിക്കാം. അപ്പൊ നമുക്ക് ടാങ്ക് പോലുള്ളതൊക്കെ നമുക്ക് ഇത് അടിക്കുന്നേക്കാൾ മുമ്പായിട്ട് തന്നെ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടാങ്ക് ഇടാം. ആ ഒരു രീതിയിൽ നമുക്ക് ഇതിൽ സോഡ മേടിക്കാനായിട്ട് പറ്റും. അപ്പൊ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ കൂടുതലും തണുത്ത വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മേലെ പ്രസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും പിന്നെ ഒരു ഇന്റർഫേസ് വരാം. ഇതിനുള്ളിലേക്കാണ് നമ്മുടെ ബോട്ടിൽ വെക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ നല്ലൊരു തണുത്തോളം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്കൊരു 1/2 ലിറ്ററിന്റെ ബോട്ടിൽ നമുക്കൊരു നോർമൽ ഗ്യാസ് സോഡ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അത്യാവശ്യം നല്ല തണുത്തോളം തന്നെ എടുത്തേണേ. അപ്പൊ ആ ഒരു നമുക്ക് കോൾഡ് വാട്ടർ നമുക്ക് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ലെവൽ വരെ നമുക്ക് ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട്. മാക്സിമം കൊടുത്താവുന്ന ഒരു വാട്ടർ ലെവലാണ്. ആ ഒരു ഈ രീതിയിൽ വരെ നമുക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തണുത്ത എഫക്റ്റ് നിങ്ങൾക്ക് ബോട്ടിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു സിലിണ്ടറിന്റെ പോർഷനിലേക്ക് നമ്മുടെ ഈ ഒരു ബോട്ടിലിനുള്ളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതും നമ്മൾ ഇതിൽ മാക്സിമം തന്നെ ഒരു ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു എഫക്റ്റ് നമുക്ക് ഇതിലും കിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ ബോട്ടിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ സോഡ അടിക്കാനാണ് പോണത്. നമുക്ക് സോഡ അടിക്കാനായിട്ട് ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ സിമ്പിൾ പ്രസ് ചെയ്യരുത്, അമർത്തി തന്നെ ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുക. ഇതിനുള്ളിൽ നമുക്ക് ആ ഒരു പർപ്പസ് നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റും. 2 പ്രസ്സാണ് നമ്മളൊരു സിലിണ്ടറിന് ഒരു സോഡ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പൊ ആ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്യാസ് അതിനുള്ളിൽ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ടിലിന്റെ ഈ ഒരു ഭാഗം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ചെറിയൊരു സൗണ്ട് നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് അതിനുള്ളിലേക്ക് ആയെന്നാണ് നമുക്ക് അർത്ഥം. നമുക്ക് ഈ ഒരു ബോട്ടിൽ ഇതിനുള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാം.
ഇതാണ് നമ്മുടെ നോർമൽ സോഡ വരുന്നത്. ഇതൊന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എന്താണ് നിങ്ങളുടെ പർപ്പസ് അതിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലേവർ സോഡ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ നമ്മുടെ നോർമൽ സോഡ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ ഫ്ലേവർ സോഡ അടിക്കാനാണ്. അപ്പൊ നമുക്ക് ഫ്ലേവർ സോഡ അടിക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. ഒരു 1 ലിറ്ററിന്റെ ബോട്ടിൽ നമുക്ക് ഫ്ലേവർ സോഡ അടിക്കാനാണ് നമ്മൾ പോണത്. അപ്പൊ അതിനുശേഷം നമ്മൾ ആദ്യം നമ്മുടെ ബോട്ടിൽ ഓപ്പൺ ചെയ്യാം. അഗൈൻ നമ്മൾ തണുത്ത വെള്ളം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്, കോൾഡ് വാട്ടർ. നമ്മൾ ഇതിനുള്ളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒരു മിനിമം വാട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. മാക്സിമം നമുക്ക് ഈ ഒരു ലെവൽ വരെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിനുശേഷം നമ്മൾ ഫ്ലേവർ ആയിട്ടുള്ള നമ്മൾ ടാങ്കാണ് എടുത്തിക്കണേ. ടാങ്ക് നമുക്ക് പൊടിയിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ടാങ്ക് ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഷുഗർ നമ്മൾ ഇപ്പൊ ആഡ് ചെയ്യേണ്ടതില്ല. നമ്മളിത് ഗ്യാസ് ചെയ്തതിന് ശേഷം നമ്മൾ ഷുഗർ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു ബോട്ടിൽ ഇതിനുള്ളിലേക്ക് കണക്ട് ചെയ്യാനാണ് പോണത്. നമുക്ക് ചെരിച്ചു കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യാം. നമ്മൾ ഇത് മാക്സിമം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ തണുത്ത വെള്ളത്തിൽ നമ്മൾ ടാങ്ക് നമ്മളിൽ കലക്കിയിട്ടുണ്ട്. നമ്മുടെ ലെമൺ ഫ്ലേവറാണ് നമ്മളിൽ ആഡ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് ഇതിന് ശേഷം ഇതിന് നമുക്ക് മേലെ നമ്മൾ നേരത്തെ ഗ്യാസ് ചെയ്ത പോലെ തന്നെ 2 പ്രാവശ്യം നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് 2 പ്രസ് ആയി കഴിഞ്ഞ അത്യാവശ്യം ഗ്യാസ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതൊരു 1 ലിറ്റർ ബോട്ടിൽ ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു പ്രസ് കൂടി ചെയ്യണത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ചെറിയ ഗ്യാസ് ആണ് വന്നോളൂ. അപ്പോൾ ഓൾറെഡി ഗ്യാസ് ആയതുകൊണ്ടാണ് നമുക്ക് അത് അറിയാൻ പറ്റണേ. നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഇത് സോഡ തന്നെ നമുക്ക് ഇതായിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് റിലീസ് ചെയ്യാട്ടാ. അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിലത്തെ ആ ഗ്യാസിന്റെ എഫക്റ്റ് ശരിക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ഗ്യാസ് ആയിട്ടുണ്ട്. അപ്പോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സോഡ മേക്കറിൽ നമ്മൾ സോഡ മേക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്ന് നോർമലായിട്ട് സോഡ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്, 2 നമ്മുടെ ഫ്ലേവർ സോഡ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഡ മേക്കർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ മിസ്റ്റർ ബട്ടലറിന്റെ ഈ ഒരു മോഡൽ സോഡ മേക്കർ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാറന്റി എന്ന് പറയുന്നത് 1 വർഷത്തെ കമ്പനി വാറന്റിയാണ് കമ്പനി പ്രൊഡക്റ്റിന് പ്രൊവൈഡ് ചെയ്യണേ. നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 3,500 മാർക്കറ്റ് പ്രൈസ് വരുന്നത്. ഇനി ഇതിന്റെ സിലിണ്ടർ നമുക്ക് ഇതിന് റിമൂവ് ചെയ്തിട്ട് പുതിയൊരു സിലിണ്ടറാണ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സിലിണ്ടർ നിങ്ങളുടെ ഷോപ്പിലേക്ക് കൊണ്ടുകൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പുതിയ നിറച്ച് സിലിണ്ടർ നിങ്ങൾക്ക് തരും. അതൊരു 150 റുപ്പീസാണ് നമുക്ക് അഡീഷണൽ ചാർജ് വരുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് അഡീഷണൽ ഒരു സിലിണ്ടറും കൂടി വേണം, ഇതിന്റെ കൂടെ തന്നെ വേറെ സിലിണ്ടറും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 700 രൂപയോളം പ്രൈസ് വരും. അപ്പൊ അതാണ് ഇതിന്റെ സിലിണ്ടർ അഡീഷണൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇതിന്റെ പാക്കിങ്ങിൽ നമുക്ക് 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് വരാം. 1 ലിറ്ററിന്റെ ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 250 റുപ്പീസോളം അഡീഷണൽ പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.